എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് സിസ്റ്റർ ഹെയ്സ്ലെറ്റിൻ്റെ ഏറ്റവും മൂത്ത സഹോദരിയായ സിസ്റ്റർ സ്മിത മരിയ ആണ്. സിസ്റ്റേഴ്സ് ഓഫ് കോൺഗ്രേഷൻ ഓഫ് സെയിൻറ്റ് മർത്ത സമൂഹത്തിലെ അംഗമാണ്. ഹെയ്സ്ലെറ്റ് സിസ്റ്ററിൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി. അവർ 6 മക്കളാണ്. 6 മക്കളിൽ 5ാമതാണ് സിസ്റ്റർ ഹെയ്സ്ലെറ്റ്. മൂത്തതാണ് സിസ്റ്റർ സ്മിത മരിയ. സിസ്റ്റർ ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. ഞാനിത് സിസ്റ്ററിൻ്റെ മൂത്ത ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോൾ നേരത്തെ സംസാരം ചോദിച്ചു, സിസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു വിയോഗത്തെ കാണുന്നത്. സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇതൊരു ദൈവഹിതമായിട്ടാണ് സിസ്റ്റർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്ററിൻ്റെ ഒരു പ്രതികരണം കൂടി നമ്മളിപ്പോൾ ഈ ഒരു ചാനലിലൂടെ എടുക്കുന്നത് തന്നെ. സ്വന്തം അനീതിയാണ് എങ്കിൽ കൂടി ആ ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് തന്നെ സിസ്റ്റർ കണ്ടുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പേര് സിസ്റ്റർ സ്മിത മരിയ. ഞാൻ കോൺഗ്രിഗേഷൻ ഓഫ് സെയിൻറ്റ് മാർത്താസിലെ സിസ്റ്ററാണ്. ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളിൽ മൂത്തയാളാണ് ഞാനും ഹെയ്സ്ലെറ്റ് സിസ്റ്ററുമായിട്ട് 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞുനാളിൽ ഇവളെ എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളൊരു ഹോബിയായിരുന്നു. അമ്മച്ചി എന്തെങ്കിലും ഒരു കുഞ്ഞു ജോലികളൊക്കെ പറയുമ്പോൾ ഞാൻ ഇവളെ പതുക്കെ പോയി പിച്ചുമ്പോൾ ഇവൾ കരയും. അപ്പോൾ അമ്മച്ചി പറയും, എടി ഇവളെ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയും. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകും. അപ്പം പണിയെടുക്കാതിരിക്കാനുള്ളൊരു പോകാൻ വഴിയാണത്. പിന്നെ ഞാൻ 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളത് കാരണം ഞാൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലിലായി. ഞങ്ങൾക്ക് അടുത്ത് സ്കൂളൊന്നുമില്ല. ഞങ്ങൾക്ക് ഒത്തിരി അകലെ പോകണം. ഇടുക്കിയിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അകലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയത്ത് ഇവളോട് വേണം ഞാൻ ആദ്യമേ മിണ്ടാൻ. അച്ചാച്ചനോടോ അമ്മച്ചിയോടോ മിണ്ടി കഴിഞ്ഞാൽ അവൾ പിണങ്ങും. അത് കാരണം 1-2 പ്രാവശ്യം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ തന്നെ അവളോട് പോയി മിണ്ടും. എടി വാടി ഹേസി എന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് പിടിച്ച് ഒരു ഉമ്മയൊക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അവൾക്ക് സന്തോഷമാകും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. അത് കഴിഞ്ഞ് അവരൊക്കെ കുഞ്ഞതായിരിക്കുമ്പോൾ തന്നെ ഞാൻ കോൺവെൻറ്റ് ചേർന്ന് പിന്നെ അവധിക്ക് വരുമ്പോഴാണ് ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. പിന്നെ ഞാനും എൻ്റെ നേരെ താഴെയുള്ള ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നു. ബാക്കി 4 പേര് വീട്ടിലുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി ബന്ധങ്ങളില്ല. പിന്നെ ഞങ്ങൾ വലുതായി കഴിഞ്ഞ് ഞങ്ങൾ അവധിക്കൊക്കെ വരുന്ന സമയത്തും ഇവർ പിന്നെ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച് ഇവർ 4 പേരും കൂടെ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു. അകലങ്ങളിലായതുകൊണ്ട് ഇവരെയും ഇങ്ങനെ പിന്നെ അവരൊക്കെ ആയപ്പോഴത്തേനും ഹൈസ്കൂളൊക്കെ ആയി മുരിക്കാശ്ശേരിയിൽ. പിന്നെ ഞാൻ ഉടുപ്പിടിയിൽ നിന്നൊക്കെ ഇവർ കുഞ്ഞു കുട്ടികളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. തൃശ്ശൂരായിരുന്നു ഞാൻ ഉടുപ്പിട്ടതൊക്കെ. അന്നേരം അത് കഴിഞ്ഞിട്ട് ഇവൾ വലുതായി. ഇവൾ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് കോൺവെൻറ്റിൽ പോയത്. ഞങ്ങളുടെ ഇടവകയിലാണ് ഈ SD കോൺവെൻ്റ് ഉള്ളത്. ഞാൻ അറിഞ്ഞിട്ടില്ല ഇവൾ കോൺവെൻറ്റിൽ പോയത് സത്യത്തെങ്കിൽ. ഞങ്ങൾ ചെറുപ്പത്തിൽ പറയുമായിരുന്നു, എടി നമുക്ക് 2 പേർക്കും 2 കോൺഗ്രിഗേഷനിൽ പോകണം, എന്നാലല്ലേ നമുക്ക് 2 ആൾക്കും വീട്ടിൽ വരുമ്പോൾ 2 പേരായിട്ട് കാണാൻ പറ്റുള്ളൂ. ഒന്നിച്ച് പോയാൽ രസമില്ലല്ലോ എന്ന് ഇത്രയും പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവൾ മടത്തിപ്പോയി എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം എനിക്ക് സന്തോഷമായി, എനിക്കൊരു അനിയത്തി മടത്തിപ്പോയല്ലോ എന്ന്. അതും കഴിഞ്ഞ് പിന്നെ ഇവളുടെ ഉടുപ്പിടിയിലും ഓരോ പരിപാടികൾക്കും ഞാൻ വന്ന് സംബന്ധിക്കാറുണ്ട്. നിത്യവ്രതത്തിനും ഞാൻ വന്ന് സംബന്ധിച്ചു. അതുപോലെ ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ കണ്ടുമുട്ടിയത് അവളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അവൾ ടീച്ചേഴ്സ് കൊടുത്ത റിട്ടയർമെൻറ്റിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂരായതുകൊണ്ട് ഒത്തിരി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാനിങ്ങനെ വരാതില്ലായിരുന്നു. പിന്നെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവസാനമായിട്ട് ഫോണിൽ സംസാരിച്ചത് 1 മാസത്തിന് മുമ്പാണ്. അവൾക്കും തിരക്കാണ്, എനിക്കും തിരക്കാണ്. അവൾ വിളിക്കുമ്പോൾ ഞാൻ എടുക്കില്ല, ഞാൻ വിളിക്കുമ്പോൾ അവൾ എടുക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തെ ഞാൻ ദൈവത്തിൻ്റെ പ്ലാനായിട്ട് ഞാൻ കാണുന്നു. ദൈവം നമ്മൾക്ക് ജന്മം തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ തീർത്ഥാടകരാണ്. അപ്പം നമുക്ക് ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകണം. ദുഃഖമുണ്ട്, എനിക്ക് ധാരാളം ദുഃഖമുണ്ട്. എനിക്ക് വേറെ ഹെയ്സി എന്ന് പറയാൻ എനിക്ക് അനിയത്തിയില്ല ഇനി. അപ്പം എനിക്ക് ദുഃഖമുണ്ട്. അത് ഞാൻ ദൈവതൃക്കരങ്ങളിൽ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവഹിതമായി കണ്ട് ദൈവത്തിൻ്റെ നിയോഗമായി തന്നെ എടുക്കുകയാണ് സിസ്റ്റർ സ്വന്തം അനിയത്തിയുടെ ഈ ഒരു വിയോഗ വാർത്ത പോലും. കഴിഞ്ഞ 1 മാസം മുമ്പാണ് സിസ്റ്റർ വിളിച്ചതും സംസാരിച്ചതും. റിട്ടയർമെൻറ്റ് സമയത്ത് ഒരുമിച്ച് കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ സ്വന്തം അനിയത്തിയെക്കുറിച്ച് ഇപ്പോൾ സിസ്റ്റർ നമ്മളുമായി പങ്കുവയ്ക്കുകയായിരുന്നു.